പ്രിയമുള്ളവരേവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. AMC SFNCK BSc നഴ്സിംഗ് അഡ്മിഷൻ തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. ഏത് റാങ്ക് ഏത് ഇൻഡെക്സ് വരെയുള്ളവർക്കാണ് അഡ്മിഷൻ ലഭിച്ചത്, കോളേജ് ജോയിനിങ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ടെമ്പററി പെർമനൻറ്റ് അഡ്മിഷൻ, കൂടാതെ ഫീ ഡീറ്റെയിൽസ് എന്നിവ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണ് എങ്കിൽ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത ശേഷം ടോക്കൺ ഫീ പേയ്മെൻറ്റ് 25,000 രൂപ പേയ്മെൻറ്റ് നടത്തിയ ശേഷമാണ് കോളേജുകളിലേക്ക് പോയി ജോയിൻ ചെയ്യേണ്ടത്. ഓൺലൈൻ ഫീ പേയ്മെൻറ്റിനും അതുപോലെ തന്നെ കോളേജ് ജോയിനിങ്ങിനും 12/8/2024 3 മണി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ഇതുവരെ 872 വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ അലോട്ട്മെൻറ്റ് നൽകിയിരിക്കുന്നത്. ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗത്തിൽ 95.91 ഇൻഡെക്സ് ഉള്ള വിദ്യാർത്ഥിക്ക്, അതായത് 1391 റാങ്കുള്ള വിദ്യാർത്ഥിക്കാണ് അവസാനം അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഓപ്പൺ മെറിറ്റ് റാങ്ക് ലിസ്റ്റിലെ സ്ഥാനമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഓപ്പൺ മെറിറ്റ് പ്രകാരം 96.5 ഇൻഡെക്സ് ഉള്ള വിദ്യാർത്ഥിക്കാണ് അവസാനം അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. 1053 റാങ്കാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരുന്നത്. വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. കൂടാതെ വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ തേർഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴിയും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. കൃത്യമായിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് കോളേജ് ജോയിനിങ് നിർബന്ധമുള്ള കാര്യമാണ്. 12/8/2024 3 മണി വരെയാണ് അതിന് അനുവദിച്ചിരിക്കുന്ന സമയം. കോളേജ് ജോയിനിങ് നടത്താത്ത വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്തായി പോകുന്നതായിരിക്കും. പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിലേക്ക് അവരെ പരിഗണിക്കുന്നതല്ല. കോളേജ് ജോയിനിങ്ങിനായിട്ട് പോകുമ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സും ഒറിജിനൽ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എന്നിവ കൈവശം ഉണ്ടാകൽ നിർബന്ധമുള്ള കാര്യമാണ്. അതിൻ്റെ ഒറിജിനലാണ് കൈവശം കരുതേണ്ടത്. കോളേജിലേക്ക് പോകുന്നതിന് മുമ്പായി കോളേജിൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട്, ഫോൺ നമ്പറുകൾ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്, ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തുന്നത് ഉചിതമായിരിക്കും. ജോയിനിങ് സമയത്ത് ബാക്കിയുള്ള ഫീസ് നിങ്ങൾ നൽകേണ്ടി വരുന്നതാണ്. 25,000 രൂപയാണ് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഓൺലൈനിൽ നൽകിയിട്ടുള്ളത്. ബാക്കി തുക വരുന്നത് 96,325 രൂപയാണ്. അതിൽ 25,000 മൈനസ് ചെയ്തുള്ള തുക അഡ്മിഷൻ സമയത്ത് കോളേജിൽ നൽകേണ്ടി വരുന്നതാണ്. ഇനി ടെമ്പററി അഡ്മിഷൻ അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിലാണ്, നിങ്ങൾ ഉദ്ദേശിച്ച ഒന്നാമത്തെ ഓപ്ഷനിലല്ല മറ്റേതെങ്കിലും ഓപ്ഷനിലാണ് ലഭിച്ചത് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കോളേജിൽ ജോയിൻ ചെയ്ത ശേഷം പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ കോളേജ് മാറ്റം വരികയാണ് എങ്കിൽ അവിടേക്ക് മാറി ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഫീസ് ഒന്നും നഷ്ടപ്പെടുന്നതല്ല. ഇനി അതല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സീറ്റ് തന്നെ മതി, കോളേജ് തന്നെ മതി എന്നുണ്ടെങ്കിൽ അതിലും പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിനുവേണ്ടി കോളേജിൽ ആ കാര്യം നിങ്ങൾ ഇൻഫോം ചെയ്താൽ മതിയാകുന്നതാണ്. പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതല്ല. ഇപ്പോൾ ലഭിച്ച കോളേജിൽ തന്നെ പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കും പെർമനൻറ്റ് അഡ്മിഷനാണ്. അവർക്ക് കോളേജ് മാറ്റം ലഭിക്കുന്നതല്ല. ഓരോ കോളേജിലും വരുന്ന വേക്കൻസിക്ക് അനുസരിച്ച് ഇനിയും അലോട്ട്മെൻറ്റുകൾ വരുന്നതായിരിക്കും. എല്ലാ കോളേജുകളിലെയും സീറ്റുകൾ ഫില്ലായി കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുന്ന കോളേജിൽ സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്നതാണ്. പിന്നീട് മാറ്റങ്ങളൊന്നും ലഭിക്കുന്നതല്ല. പിന്നെ ഫീ റീഫണ്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ടാകും. LBSൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നൽകിയ ഫീസ് തിരികെ തരുമോ എന്നുള്ള കാര്യം പലരും ചോദിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ലഭിക്കാൻ വേണ്ടി അഡ്മിഷൻ സമയത്ത് നിങ്ങൾ കോളേജിൽ തന്നെ സംസാരിക്കുന്നതായിരിക്കും ഉചിതം. സാധാരണ വർഷങ്ങളിൽ ഒരു നിശ്ചിത ഡേറ്റ് വരെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്തു പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസ് തിരികെ നൽകാറുണ്ട്. ഈ കൊല്ലം ആ ഒരു ഡേറ്റും കാര്യങ്ങളും വെബ്സൈറ്റിൽ നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് കോളേജുമായി ബന്ധപ്പെടണം എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.